Hi, welcome to next class of mathematical logic. In the last class, we have discussed about arguments, its definition, and some problems related to this arguments. Okay, when we say that an argument is a valid argument, when will you say that an argument is a fallacy? Okay, if it is not valid, then it is a fallacy. If it is valid, then we say that that's a valid argument. ഓക്കെ അതിൻ്റെ രണ്ട് മൂന്ന് പ്രോബ്ലംസും നമ്മൾ ഓൾറെഡി ചെയ്തു. ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്ന സീക്വൻസ് ഓഫ് പ്രപ്പോസിഷൻസ് ആണ്. ഇനി അതിൽ ഒരു പ്രോബ്ലം അടുത്ത പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ ഡിറ്റർമിൻ ദ വാലിഡിറ്റി ഓഫ് ദ ഫോളോയിങ് ആർഗ്യുമെന്റ് ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് 7 is less than 4, then 7 is not a prime number. Then 7 is not a prime number. Okay, അടുത്ത സ്റ്റേറ്റ്മെന്റ് 7 is not less than 4. കൺക്ലൂഷനിൽ തന്നിരിക്കുന്നത് therefore 7 is a പ്രൈം നമ്പർ എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് എന്തൊക്കെ ചെയ്യണം, അതിലുള്ള പ്രപ്പോസിഷൻസ് എന്തൊക്കെയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് പിയും ക്യൂവും എങ്ങനെ ചൂസ് ചെയ്യും? പി എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് such that 7 is less than 4. ഓക്കെ, അപ്പോൾ ക്യൂ എന്താവും? 7 is less than 4 ആണ് പി സ്റ്റേറ്റ്മെന്റ്. നമ്മൾ എപ്പോഴും നോട്ട് എന്നുള്ളത് പ്രൊപ്പോർഷനായിട്ട് ചൂസ് ചെയ്യില്ല. പോസിറ്റീവ് ആയിട്ടുള്ള ട്രൂത്ത് വാല്യൂ പോലെ പോസിറ്റീവ് ആയിട്ടുള്ളത് മാത്രം നമ്മൾ പ്രൊപ്പോസിഷനായിട്ട് ചൂസ് ചെയ്യും. അപ്പോൾ 7 is എ പ്രൈം നമ്പർ എന്നുള്ളത് അടുത്തതായിട്ട് എഴുതുന്നു. 7 is എ പ്രൈം നമ്പർ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇത് എങ്ങനെയൊക്കെ വരും? If 7 is less than 4, അപ്പോൾ if P, then എന്താവും? Q means 7 is a prime number. ഇവിടെ 7 is not a prime number. അപ്പോൾ negation Q. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് 7 is not less than 4. അപ്പോൾ എന്ത് വരും? negation P വരും. കൺക്ലൂഷനിൽ എന്ത് വരും? 7 is a prime number. 7 is a prime number എന്ന് പറഞ്ഞാൽ Q. അപ്പോൾ ഇതിനെ മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ കിട്ടും? പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ വന്നു, പിന്നെ നെഗേഷൻ പി വന്നു, പിന്നെ ലാസ്റ്റ് കൺക്ലൂഷനിൽ എന്ത് വന്നു? ക്യൂ വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ വരിക. പിന്നെയോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഹൈപ്പോത്തിസിസ് പിന്നെ കൺക്ലൂഷനും വരും. ഇനി ഇതിന്റെ എങ്ങനെയാണ് ട്രൂത്ത് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കാം. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. അതിന്റെ ട്രൂത്ത് വാല്യൂ ആണെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റണം? പി ഉണ്ട്, ക്യൂ ഉണ്ട്, നെഗേഷൻ പി കാണണം, നെഗേഷൻ ക്യൂ കാണണം, പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തത് എന്തുകൂടി കാണണം? പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ. ഒന്നും കൂടി ചെയ്യാതെ എന്തൊക്കെയാ വേണ്ടേ? പി ക്യൂ നെഗേഷൻ പി നെഗേഷൻ ക്യൂ, പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ, പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ ആൻഡ് നെഗേഷൻ പി. പിന്നെ ലാസ്റ്റ് എന്ത് ചെയ്യണം? P implies negation Q and negation P implies Q. Okay, അപ്പോൾ ഇതിവിടെ എന്തൊക്കെ ഓപ്ഷൻസ് വരും? ട്രൂ ട്രൂ, ട്രൂ ഫാൾസ്, ഫാൾസ് ട്രൂ, ഫാൾസ് ഫാൾസ്. നെഗേഷൻ പി ആണെങ്കിൽ എന്തൊക്കെ വരും? നെഗേഷൻ പി ഫാൾസ്, ഫാൾസ് ട്രൂ, ട്രൂ. നെഗേഷൻ ക്യൂ false, true, false, true.
ഇനി P implies negation Q ആണെങ്കിൽ P implies negation Q ആണെങ്കിൽ true implies false ആണെങ്കിൽ false ആണ് വരിക. True implies true, true. False implies false, true. False implies true, true. ഇനി ഇത് ആൻഡ് നെഗേഷൻ P ചെക്ക് ചെയ്യണം. ഇതും ചെക്ക് ചെയ്യണം. നെഗേഷൻ Pയുടെ ആൻഡ് എടുക്കുക. ഫാൾസ് വരും, ഇവിടെയും ഫാൾസ് വരും, ട്രൂ വരും, ട്രൂ വരും. ഇനി ദാറ്റ് ഇംപ്ലൈസ് Q എന്നുള്ളതും കൂടി കാണണം. ഫാൾസ് ഇംപ്ലൈസ് ട്രൂ, ട്രൂ വന്നു. ഫാൾസ് ഇംപ്ലൈസ് ഫാൾസ്, ട്രൂ വന്നു. ട്രൂ ഇംപ്ലൈസ് ട്രൂ, ട്രൂ ഇംപ്ലൈസ് ട്രൂ, ട്രൂ വന്നു. പിന്നെ true implies false, actually that is false വന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ എന്ത് വന്നിട്ടുണ്ട്? ദാറ്റ് ഇസ് നോട്ട് എ, ദിസ് ഇസ് നോട്ട് എ tautology. This is not a tautology. Therefore, this argument is invalid, a fallacy. Invalid, a fallacy. Okay. So, ഈ രീതിയിലാണ് നമ്മൾക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനുണ്ടാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടെസ്റ്റ് ദ വാലിഡിറ്റി ഓഫ് ദ ഒരു പ്രോബ്ലം കൂടി ഞാൻ ചെയ്തേക്കാം. ക്വസ്റ്റ്യൻ P ആൻഡ് Q, പിന്നെ Q ആൻഡ് R, നെഗേഷൻ R, പിന്നെ therefore P. ഓക്കെ, ഇതേ രീതിയിൽ തന്നെ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫർ ടു ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, ഇത് ഇതേ രീതിയിൽ ഇപ്പൊ ചെയ്ത അതേ രീതിയിൽ തന്നെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലും എന്ത് തന്നെ കിട്ടും? ടോട്ടോളജി അല്ല കിട്ടുക, ദാറ്റ് ഇസ് ഇൻവാലിഡ് ഫാളസി ആണ് കിട്ടുക. ഓക്കെ, next is very important problem, that is a Barber paradox. Barber paradox, there is a male barber in a certain town. He shaves all those men who do not shave themselves. Does the barber shave himself? അതായത് ഒരു മെയിൽ ബാർബർ ഉണ്ടായിരുന്നു. എന്താണ് ആ മെയിൽ ബാർബറിന്റെ പ്രത്യേകത? He shaves all those men who do not shave himself. സ്വന്തമായിട്ട് ഷേവ് ചെയ്യാൻ പറ്റാത്ത എല്ലാവർക്കും അയാൾ ഷേവ് ചെയ്ത് കൊടുക്കും. അപ്പൊ അയാൾക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റുമോ? അപ്പൊ അയാളുടെ ഷേവിങ് എങ്ങനെയാണ്? തന്നെ തന്നെയാണോ ചെയ്യുക, അല്ലാതെ ആരെങ്കിലും ചെയ്തു കൊടുക്കുമോ, എങ്ങനെയാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, മെയിൽ ബാർബർ എന്ത് ചെയ്യും? He shaves all those men who do not shave themselves. സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാത്ത എല്ലാവർക്കും ചെയ്തു കൊടുക്കും. അപ്പോൾ മെയിൽ ബാർബറിന് ചെയ്യാൻ പറ്റുമോ? സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ? ഇനി സ്വന്തമായി ചെയ്യാൻ പറ്റില്ലേ? ഏത് ലിസ്റ്റിലാണ് അയാൾ പെടുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്നത്, സപ്പോസ് നമ്മൾ അസ്യൂം ചെയ്ത് ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഒരു ട്രയൽ നടത്തുവാണ്. സപ്പോസ് the barber shaves himself. അപ്പോൾ എന്തായി മാറി? ഈ ബാർബർ ഏത് കമ്മ്യൂണിറ്റിയിൽ പെട്ടു? This belongs to, then he belongs to set of men who shave themselves. സ്വന്തമായിട്ട് ഷേവ് ചെയ്യുന്ന ആൾക്കാരുടെ ലിസ്റ്റിൽ ആര് പെട്ടു? നമ്മുടെ ബാർബർ പെട്ടു. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മുടെ ഗ്രൂപ്പ് എന്താണ്? സ്വന്തമായിട്ട് ഷേവ് ചെയ്യാൻ പറ്റാത്തവർക്ക് മാത്രമേ ബാർബർ ഷേവ് ചെയ്യുള്ളൂ. നമ്മുടെ ഗ്രൂപ്പിൽ ബാർബർ എന്താണ്? സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, which implies barber എന്താവില്ല? does not shave himself.
എന്തുകൊണ്ട് ആദ്യം നമ്മൾ എന്ത് അസ്യൂം ചെയ്തു? ബാർബർ ഷെയ്വ് സ്വന്തമായിട്ട് ചെയ്യുമെന്ന് അസ്യൂം ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? അപ്പോൾ ഏത് ഗണത്തിൽപ്പെട്ടു? ഏത് ഗ്രൂപ്പിൽപ്പെട്ടു? ഗ്രൂപ്പ് ഓഫ് മെൻ ഹൂ ഷെയ്വ് ദംസെൽസ്. സ്വന്തമായിട്ട് ഷെയ്വ് ചെയ്യുന്ന സെറ്റിലാണ് ആര് പെട്ടത്? ബാർബർ പെട്ടത്. നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ബാർബർ ആർക്കാണ് ഷെയ്വ് ചെയ്ത് കൊടുക്കുക? ദ മെൻ ഹൂ ഡു നോട്ട് ഷെയ്വ് ദംസെൽഫ്. സ്വന്തമായിട്ട് ചെയ്യാത്ത എല്ലാവർക്കും ചെയ്തു കൊടുക്കും. പക്ഷെ ബാർബർ ചെയ്യുമല്ലോ, അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ബാർബർക്ക് അയാളെ ചെയ്തു കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, സോ ബാർബർ ഡസ് നോട്ട് ഷേവ് ഹിംസെൽഫ്. അപ്പൊ എന്ത് വരാൻ പറ്റും? ദിസ് ഇസ് എ കോൺട്രഡിക്ഷൻ. ദിസ് ഇസ് എ കോൺട്രഡിക്ഷൻ. Now suppose that now suppose barber does not shave himself. Barber does not shave himself. ബാർബർ ഏതിൽ പെട്ടു? സ്വന്തമായിട്ട് ഷേവ് ചെയ്യാത്ത ആളാണ് എന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ ബാർബർ ആർക്കൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്? ബാർബർ shaves all those men who do not shave themselves. Who do not shave themselves. Okay. അപ്പൊ എന്ത് സംഭവിക്കും? ബാർബർ ഷേവ് സ്വന്തമായിട്ട് ചെയ്യില്ലെന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ ബാർബർ ആർക്കാണ് ഷേവ് ചെയ്തു കൊടുക്കുന്നത്? സ്വന്തമായിട്ട് ചെയ്യാൻ അറിയാത്തവർക്കൊക്കെ ചെയ്തു കൊടുക്കും. അപ്പോൾ വിച്ച് ഇംപ്ലൈസ് ഹി ഷേവ്സ് ഹിംസെൽഫ്. ഓക്കെ, സോ വിച്ച് ഇംപ്ലൈസ് ഇസ് എ കോൺട്രഡിക്ഷൻ. സോ ഏത് കേസിലാണെങ്കിലും നമ്മൾക്ക് ദിസ് ലീഡ്സ് ടു എ പാരഡോക്സ്. Okay, this leads to a paradox. ഷേവ് ചെയ്യില്ലെന്ന് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഷേവ് ചെയ്യുന്ന കിട്ടും. ഷേവ് ചെയ്യുന്ന എടുത്തു കഴിഞ്ഞാൽ ഷേവ് ചെയ്യില്ലെന്ന് കിട്ടും. So this is a paradox and this is known as a barber paradox. Okay, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മളൊരു നൈറ്റ് ആൻഡ് നീഡ്സിൻ്റെ ഒരു പ്രോബ്ലം 4 ഉണ്ട്. അത് ഇത്തിരി ലെങ്തി ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ ഇതിൽ ചെയ്യുന്നില്ല. ഇതേപോലെ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള ഇൻഫറൻസ് റൂൾസ് എടുക്കാം. പിന്നെ ചെയ്തത് ആർഗ്യുമെന്റ്സ് ആണ്. ആർഗ്യുമെന്റ്സിന്റെ പ്രോബ്ലംസ് റിലേറ്റഡ് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. പിന്നെ ഒരു ബാർബർ പാരഡോക്സും എടുത്തു. ഓക്കെ, താങ്ക് യു.